ഇവിടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലുണ്ടായത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. പക്ഷെ അതൊന്നും കേരള കോൺഗ്രസിൻ്റെ പാർട്ടി നേതൃത്വം എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഉണ്ടായതല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിതേപ്പറ്റി പിന്നീട് തിരക്കുകയുണ്ടായി. അതായത് ഈ കോട്ടയം DCC കേരള കോൺഗ്രസിനെ അധിക്ഷേപിക്കുകയും നിരന്തരമായി ഇങ്ങനെ അധിക്ഷേപിച്ചും പരിഹസിച്ചും കേരള കോൺഗ്രസിൻ്റെ ശക്തി എവിടെയാണ്, കേരള കോൺഗ്രസിൻ്റെ കൂടെ ആളുകൾ എവിടെ, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കേരള കോൺഗ്രസിനെ ആക്ഷേപിച്ചു. അപ്പോൾ അതിൻ്റെ വ്രണിത ഹൃദയരായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ, അവർക്കെല്ലാം വളരെ വേദന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വ്രണിത ഹൃദയരായിട്ടുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകർ പല സ്ഥലങ്ങളും വളരെ കഠിനമായ പ്രതികരണത്തിലേക്ക് അവർ നീങ്ങി. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രാദേശികമായി ഇവിടെയും സംഭവിച്ചത്. അതിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു സ്വാഭാവിക ഒരു പ്രതികരണം എന്നുള്ളതേ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിർഭാഗ്യകരമാണ്. പക്ഷേ ഈ സാഹചര്യം ആലോചിക്കുമ്പോൾ അവരെ തള്ളിപ്പറയാനായിട്ടൊക്കില്ല. ഞാൻ ഏതായാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എൻ്റെ അറിവില്ല, ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടില്ല. പക്ഷേ പ്രാദേശിക പാർട്ടി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. തികച്ചും നിർഭാഗ്യകരമായൊരു സംഭവമാണ്. പക്ഷെ ഉണ്ടായ സാഹചര്യം ഇതാണ്. ഇല്ലെന്നേ, അത് ഇതില്ല, അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകളെ, നമ്മുടെ പ്രവർത്തകരുടെ പെരുമാറ്റവും സംസാരവും കണ്ടപ്പോൾ കടുത്ത പ്രതികരണം ഉണ്ടാവും എന്ന് മനസ്സിൽ എനിക്ക് തോന്നി. ക്യാമ്പില് പാർട്ടിയുടെ വളരെ എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് താഴെത്തട്ടിലുള്ള ധാരണ തുടരാൻ. അപ്പൊ ആ ധാരണയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി അങ്ങ് ആലോചിക്കുന്നു? അത് വരട്ടെ, പാർട്ടി ഞങ്ങളിത് കൂടുമല്ലോ. ഞങ്ങളുടെ പാർട്ടിയല്ലേ, പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. എല്ലാം ചാടിക്കേറി ബഹളം വെച്ചൊരു വികാരപരമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾ വിലയിരുത്തും. അല്ല, അങ്ങയുടെ പാർട്ടിയിലെ തന്നെ PJ ജോസഫ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മാണിസാറിന്റെ അറിവോടെ തന്നെയാണ് ഈ സംഭവം കോട്ടയത്ത് നടന്നതെന്നാണ്. എന്തുകൊണ്ടാണ് PJ ജോസഫ് അങ്ങനെയൊന്നും പറഞ്ഞല്ലോ. ഇല്ലെന്നേ, അറിയാൻ പാടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പാർട്ടി പ്രവർത്തകരുടെ പ്രതികരണവും സംസാരവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പ്രതികരണം വളരെ മോശമായിരിക്കും, വളരെ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നതെന്നൊരു ഭയപ്പാട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇല്ല ഇല്ല, അത് വേണ്ടത്. അതിപ്പോൾ ഇവിടെ വെച്ച് എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാ അത് പാർട്ടി ഞങ്ങൾ വിലയിരുത്തട്ടത്. പാർട്ടി യോഗം കൂടും. ഈ കോട്ടയത്തേത് നിർഭാഗ്യ സംഭവമാണെങ്കിൽ ആ നടപടിക്ക് ഒരു തിരുത്തുണ്ടാകുമോ? എന്താന്ന് ഈ പറയുന്നത്? നിർഭാഗ്യകരമായ സംഭവം, അതിന്റെ പരിസ്ഥിതിയും സാഹചര്യങ്ങളും പറഞ്ഞു. ഇനി അതിനെ പാർട്ടി വിലയിരുത്തും. പാർട്ടി വിലയിരുത്തിട്ട് ഒരു നിലപാടെടുക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള കോൺഗ്രസിൽ തന്നെ വളരെ ശക്തമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം മാനസാറിനെതിരേക്കുണ്ടാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ രാഷ്ട്രീയ വഞ്ചന എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള പ്രാദേശിക നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനത്തിനെതിരെ പാർട്ടി എന്തെങ്കിലും തീരുമാനം? എന്താ ഈ പറയുന്നത്? എന്താ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷവുമായി ഞങ്ങൾ ചേർന്ന് പോകുന്നു. അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണിത്. കൂട്ടുകെട്ടിലേക്കൊരു ചവിട്ടുപടിയായിട്ടാണ് KM മാണിയും പാർട്ടി എടുത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് എനിക്കത് പറയാൻ ഉത്തരം. ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ തീരുമാനം. എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള മുൻകൂറുള്ളൊരു നടപടിയല്ല ഇത്. ഇത് പ്രാദേശികമായി തികച്ചും വന്നതാണ്. പക്ഷേ അത്രയ്ക്കൊന്നും ആരും പറയേണ്ട കാര്യമില്ല, ഭാവിക്കേണ്ട കാര്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് അസ്പൃശ്യത കൽപ്പിക്കാൻ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കേരളത്തിൽ കഴിയും? ആരാണ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് സ്പർശിക്കാത്ത രാഷ്ട്രീയ കക്ഷികൾ? കാണട്ടെ, മുന്നോട്ട് വരട്ടെ. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെ, ആന്റണി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് 1980 ഞങ്ങൾ ഒന്നിച്ച് മന്ത്രിസഭയിൽ ഇരുന്നവരല്ലേ. ആ മന്ത്രിസഭയിൽ നിന്ന് ആന്റണി ആദ്യം പോയി, ഞങ്ങൾ രണ്ടാമത് പോയി. പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അന്ന് ക്രമസമാധാനം വളരെ വഷളായി. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് തൊട്ടുപോയി, പ്രാദേശികമായി മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടൊന്ന് തൊട്ടുപോയി എന്നത് വലിയൊരു അപരാധമായിട്ടൊന്നും കോൺഗ്രസ്സുകാരിപ്പോൾ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് ഇത് വലിയ രാഷ്ട്രീയ വഞ്ചനയാണെന്നൊന്നും പറയേണ്ട കാര്യവുമില്ല. ഞങ്ങളിപ്പോൾ കോൺഗ്രസ്സുമായിട്ട് വല്ല കരാറും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളിപ്പോൾ UDFിൻ്റെ ഭാഗമല്ല.
ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിലപാടെടുക്കാം. യു ഡി എഫിൽ ആലോചിക്കേണ്ട കാര്യമില്ല. യു ഡി എഫുകാർക്ക് വേദന വന്ന് കാണും, അത് വേറൊരു കാര്യം. ആ സാഹചര്യം ഞാൻ പറഞ്ഞത്, ഇത് കോട്ടയം DCC വിലയ്ക്ക് വാങ്ങിയതാണ്. കോട്ടയം DCC ഇത് വാങ്ങിയെടുത്തതാണ്. അല്ലെ ഞങ്ങളെപ്പോഴും യു ഡി എഫിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച ആളാണ്. യു ഡി എഫിൻ്റെ കൂടെ നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. എൻ്റെ രാഷ്ട്രീയമായ നിലപാട്, കേരള കോൺഗ്രസ് നിലപാട് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കണമെന്നായിരുന്നു. പക്ഷേ അതിന് ഭംഗം വരുത്തിയത് കോട്ടയം DCCയുടെ പ്രകോപനപരമായ അധിക്ഷേപാർഹമായിട്ടുള്ള പ്രസ്താവനകളാണ് കേരള കോൺഗ്രസിനെതിരെ. അതിനെതിരെ ശക്തമായ ഒരു പ്രാദേശിക കക്ഷി ഒരു തെരഞ്ഞെടുപ്പിൽ അതിനെതിരെ ഒരു പ്രതികരണമുണ്ടായി. അതിന് ഇത്ര വലിയൊരു ആകാശം ഇടിഞ്ഞു വീണു വലിയ പൊട്ടിത്തെറിയൊന്നും ആവശ്യമൊന്നുമില്ല. ഇതിനെ വലിയൊരു ഗൗരവം കൊടുത്തുകൊണ്ട് ഭയങ്കരമായൊരു കുഴപ്പം ആ നിലയിലേക്ക് ഇത് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. മീഡിയ ദയവായിട്ട് ഇന്ന് അങ്ങ് നിർത്തിയാൽ മതി. ഇനി ഇതിനെ ചൊല്ലി ഒന്നും വേണ്ട. എന്താന്ന് അതൊക്കെ ഇവിടെ വെച്ചാണോ ഞാൻ പറയുന്നത്? UDP തുടരണോ, എവിടെ തുടരണം, എങ്ങനെ തുടരണം ഒക്കെയുള്ള കേരള കോൺഗ്രസ് നയപരമായ തീരുമാനങ്ങളാണ്. അത് പാർട്ടി കാലാകാലങ്ങളിൽ വേണ്ട സമയത്ത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും, അത്രയേ ഉള്ളൂ. നിർഭാഗ്യകരമായി പോയി, ഞാൻ പ്രതീക്ഷിച്ചതല്ലാന്ന് പറയുന്നു. അപ്പൊ പാർട്ടിക്കകത്ത് ഇത്രയും വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു നടപടി എടുത്താൽ കോട്ടയം ഘടകത്തിനെതിരെ നടപടി ഉണ്ടാവും. അല്ല, ഞാനും പറഞ്ഞല്ലോ നിർഭാഗ്യകരമായി പോയെന്ന് ഞാനും പറഞ്ഞു. ഞാനും BJ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട് തന്നെയാണ് BJ നിലപാട്. കോൺഗ്രസിന് കഴിഞ്ഞതൊക്കെ ഇത്രത്തോളം വിമർശനം ഉണ്ടായതിന്റെ ഒരു സാഹചര്യം കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. പ്രത്യേകിച്ച് അങ്ങേക്കെതിരെ ഈ ബാർക്കോഴ കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചതും CPM ആണ്. ബജറ്റ് അവതരിപ്പിക്കാൻ അങ്ങനെ അനുവദിക്കാതിരുന്നതും CPM ആണ്. അങ്ങനെയുള്ള ഒരു CPM-നോടൊപ്പം പ്രാദേശിക തലത്തിലാണെങ്കിലും ഇങ്ങനെ കൂട്ടുകൂടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് കേരള കോൺഗ്രസിനെ മുറിവേൽപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയും കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, കോൺഗ്രസ് മുറിവേൽപ്പിച്ചിട്ടില്ലേ? മാർക്സിസ്റ്റ് പാർട്ടി മുറിവേൽപ്പിച്ചിട്ടില്ലേ? CPI മുറിവേൽപ്പിച്ചിട്ടില്ലേ? ആരാ? ലീഗ് മാത്രം, മുസ്ലിം ലീഗ് മാത്രം ഞങ്ങൾ തമ്മിൽ ഒരു കാലത്തും ബന്ധം വഷളായിട്ടില്ല. ബാക്കി എല്ലാ പാർട്ടികളുമായിട്ടുള്ള ബന്ധം എന്താ? ഞങ്ങളെ മുറിവേൽപ്പിക്കാത്തവർ വല്ലവരും ഉണ്ടോ? കാരണം ഈ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞ വ്യക്തിപരമല്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിൽ എമർജ് ചെയ്യുന്നതിനെതിരെ പൊതുശത്രുക്കൾ രംഗത്ത് വരും. അത് രാഷ്ട്രീയത്തിലെ ഒരു ഏർപ്പാടല്ലേ. അപ്പോൾ നമ്മളെ ഒരു പൊതുശത്രുവായിട്ട് കാണുന്നു. അത് അപ്പം ഞങ്ങളെ മുറിവേൽപ്പിച്ച് ആ മുറിവേൽപ്പിച്ച ചോര വാർന്നൊഴുകി, എന്നാലും ആ ധൈര്യം വിടാതെ ധീരമായി മുന്നോട്ട് പൊരുതി ശക്തി തെളിയിച്ച കേരള കോൺഗ്രസ് അല്ലേ ഇത്? അതുകൊണ്ട് തീയിൽ കുരുത്ത പാർട്ടി വെയിലത്ത് വാടുകയില്ല. എന്നാലും KM മാണി അഴിമതിക്കാരെന്ന് വിളിക്കുകയും അങ്ങയുടെ രാജിക്ക് വേണ്ടി വലിയ സമരം ചെയ്ത പാർട്ടിയാണ് CPM. അവരോട് എങ്ങനെ കൂട്ടുകൂടാൻ പറ്റും? അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഒരു കാലത്ത് നമ്മളെ എതിർത്ത് കാണും, അതാ ഞാൻ പറഞ്ഞത്. എല്ലാവരും നമുക്ക് കേരള കോൺഗ്രസിനെതിരായിട്ട് പ്രവർത്തിച്ചവരാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അപ്പോൾ കൂട്ടുകൂടുന്നതിനെ പണ്ട് നിങ്ങളെ ഉപദ്രവിച്ചവരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുമല്ല, തന്നെയുമല്ല, ഈ ചോദ്യം അപ്രസക്തമല്ല. ഇത് കൂട്ടുകൂടിച്ചാണോ? കേരള കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള കൂട്ടുകെട്ടല്ലത്. ഞങ്ങൾ ആ കൂട്ടുകെട്ടായിട്ടില്ല. ഇത് പ്രാദേശിക തലത്തിൽ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിലുണ്ടായ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായൊരു നടപടിയാണ്. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത നയപരമായ നിലപാടല്ല, അതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇതുള്ളതിൻ്റെ കാര്യം. ഇനി അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കും. കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇന്നലെ പറഞ്ഞത് വിളവെടുക്കാറാകുമ്പോൾ ഇങ്ങോട്ട് UDF-ലേക്ക് വരണ്ട എന്നുള്ള ഒരു കടുത്ത പരാമർശമാണ് കേരള കോൺഗ്രസ് എതിരെ. അതെ, കേരള കോൺഗ്രസിൻ്റെ അടുത്ത് ചിലവാകുമോ? കേരള കോൺഗ്രസ് അങ്ങനെ അപേക്ഷയുമായിട്ട് ആരുടെ മുമ്പിലും കുനിഞ്ഞു നിന്ന് ചരിത്രമുണ്ടോ? ഇപ്പോൾ ആരുടെയെങ്കിലും മുമ്പ് അയ്യോ ഞങ്ങളെ കയറ്റണമേ, ഞങ്ങളെ മുന്നണിയിൽ കയറ്റണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് അങ്ങനെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ നിൽക്കാത്തൊരു പാർട്ടിയോട് ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് വല്ല ഇതുണ്ടോ? അതൊക്കെ അന്തസാരവിഹീനമായ അല്പത്വമൊന്നല്ല. എന്താ പറയുന്നത്? കേരള കോൺഗ്രസ് അങ്ങനെ ആരുടെയെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെ അപേക്ഷ സമർപ്പിക്കാത്തൊരു പാർട്ടിയെപ്പറ്റി അയ്യോ ഞങ്ങൾ ഇടുക്കിയല്ലേ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ജോസ് കെ മാണിയെ UDF സ്ഥാനാർത്ഥിയായി ഇനി പാർലമെന്റ് കാണിക്കുമെന്നൊക്കെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അത് പാർലമെന്റ് കാണിക്കുന്നൊക്കെ ജനങ്ങളല്ലേ. കോൺഗ്രസ്സുകാർ പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസിന് സഹായം വേണ്ടേ? ഞങ്ങൾ പാർലമെന്റിൽ പോകണമെങ്കിലും കോൺഗ്രസിന് സഹായം, ആരുടെയൊക്കെ സഹായം വേണം.
ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അഹങ്കരിച്ചൊന്നും വർത്തമാനം പറയണ്ട. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന് സഹായം കോൺഗ്രസിൻ്റെ സഹായം കേരള കോൺഗ്രസിനും വേണ്ടി വരും. കേരള കോൺഗ്രസിൻ്റെ സഹായം കോൺഗ്രസിന് വേണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായം കേരള കോൺഗ്രസിനും വേണ്ട. അത്രയും ഇത്രയും വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഈ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമോ? ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? അവർക്ക് ഞാൻ കോൺഗ്രസ് വിരുദ്ധമൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ വിശദീകരിക്കുന്നതിന്? ഒരു കാര്യം കൂടി, അതായത് മധ്യകേരളത്തിലെ കുറെ അധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും സഹകരണം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസുമായിട്ടുള്ളത്. കോട്ടയത്തിൽ തുടർച്ചയായിട്ട് ഈ ഇത്തരം ബാക്കിയുള്ള ഇടങ്ങളിലെയും ബന്ധം മോശമാവില്ലേ? അതിനെക്കുറിച്ച് ഒരു ബന്ധം മോശമായാൽ അവിടെയും പോകും ഇവിടെയും പോകും, രണ്ടു കൂട്ടർക്കും നഷ്ടം ഉണ്ടാവും. അവിടെ രണ്ടു കൂട്ടരും റഷ്യയും കൊണ്ട് അമേരിക്ക തമ്മിൽ ഇടിക്കാതിരുന്നെന്താ? അങ്ങനെ ഇടിച്ചാൽ 10-14 ഞങ്ങൾക്കും പോകും, 10-16 അവർക്കും പോകും. അപ്പോൾ മിണ്ടാതിരിക്കാൻ നല്ലത് ഈ കാര്യത്തിൽ. അത് ഇതിലൊക്കെ വലിയ ഗൗരവം കൊടുത്തുകൊണ്ട് ഇപ്പം അടിയും പിടിയും തുടങ്ങാതിരിക്കാൻ നല്ലത്. കാരണം ഇതൊരു പ്രാദേശിക വിഷയമായിട്ട് വിസ്മരിക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഞങ്ങൾ UDFൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചൊരു പാർട്ടിയാണ്. ഞങ്ങളൊരു നിർദ്ദേശം UDFനെതിരായിട്ട് കൊടുത്തില്ല. UDFനോട് കൂടി നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. പക്ഷേ ഇത് പ്രാദേശികമായി ഉണ്ടായ വികാരത്തള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ശക്തമായ പ്രതിഷേധ പ്രതികരണമാണ് ഇവിടെ സംഭവിച്ചത്. ആ പ്രതിഷേധ പ്രതികരണം കോട്ടയം DCC ആണ് ഉത്തരവാദി. അവർ ചുമ്മാതെ കേരള കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പുലഭ്യം പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കിട്ടുമോ? ഇത് ആർക്കറിയാൻ മേലാത്തത്? പാർട്ടിയിൽ ഇന്ന് PJ ജോസഫും ഇന്നലെ മോൻസ് ജോസഫ് അടക്കമുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് പാർട്ടിയിലെ ഒരു ഭിന്നത ഒഴിവാക്കാനാണോ അങ്ങ് ഇത്ര നിലപാട് മയപ്പെടുത്തുന്നത്? എന്ത് പാർട്ടിയിലോ എന്ത് സ്നേഹം കൊണ്ടാണ്? പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ടോ? ഭിന്നത ഒഴിവാക്കാൻ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു പിന്തുണ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാണ് മറ്റ് നേതാക്കളൊക്കെ ഞാനത് പറഞ്ഞത്. ഞാൻ നിർത്തുകയാണ്.